നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. അണ്ടല്ലൂർ കടവിൽ നിന്ന് 80-കാരിയായ അലീമയുമ്മ പിണറായിയിലെത്തിയത് പരാതിയുമായല്ല, പിണറായി സഖാവിനെ ഒന്ന് കാണാനാണ്. പറ്റിയാൽ കുശലവും പറയണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ബുധനാഴ്ച മണ്ഡലം ഓഫീസിൽ ഉണ്ടാകുമെന്നറിഞ്ഞാണ് അവരെത്തിയതെന്നും ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു. പരാതിക്കാരെയെല്ലാം മുഖ്യമന്ത്രി കണ്ടുതീരാറായിരുന്നു. അലീമ ഉമ്മിയെ കണ്ടതോടെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നിറഞ്ഞ ചിരി. കൈകൊടുത്ത് കുശലാന്വേഷണം. പരാതി ഒന്നും തരാനില്ല, ഞാൻ മരിച്ചാൽ എന്റെ വീട്ടിൽ വരണം, വേറൊന്നും ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, ചോദിക്കുകയുമില്ല. ചിരിച്ച് തൊഴുത് ഉമ്മ മടങ്ങിയത് നിറഞ്ഞ സന്തോഷത്തോടെ. 75-കാരിയായ ചിരുതയും മാലൂരിൽ നിന്നെത്തിയ മാണിക്കോത്ത് ചീരൂട്ടിയുമെല്ലാം വരി നിന്ന് മുഖ്യമന്ത്രിയുടെ അടുത്തെത്തിയപ്പോൾ പറഞ്ഞത് ഇതുമാത്രം: ഒന്ന് കാണണം, അതിന് വന്നതാണ്. ജനങ്ങളിൽ നിന്ന് നേരിട്ട് പരാതികളും നിവേദനങ്ങളും സ്വീകരിക്കുമെന്ന് അറിയിച്ചതിനാൽ നൂറുകണക്കിന് ആളുകളാണ് പിണറായി സഖാവിനെ കാണാനെത്തിയത്. രാവിലെ 11 മണിക്ക് ആരംഭിച്ച പരിപാടിയിൽ വന്നവരെയെല്ലാം അദ്ദേഹം കണ്ടു. പരാതി വിശദമായി വായിച്ചു, പറയാനുള്ളത് കേട്ടു. നടക്കാത്ത കാര്യമാണെങ്കിൽ വളച്ചുകെട്ടില്ലാതെ മറുപടിയും കൊടുത്തു. കെട്ടുകാഴ്ചകളില്ല, ആരവങ്ങളില്ല. പക്ഷേ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. നോക്കാം എന്ന് പറഞ്ഞപ്പോൾ ശരിയാകും എന്ന് അവർക്ക് ഉറപ്പുണ്ട്. ചികിത്സാ സഹായം, വീട് വെക്കാനുള്ള സഹായം തുടങ്ങിയ പരാതികളായിരുന്നു ഏറെയും. വീട് വെക്കാൻ സഹായം തേടിയെത്തിയവർക്ക് സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നടപടിയെടുക്കാമെന്ന് മറുപടി നൽകി. പഞ്ചായത്തുകൾ വഴി അപേക്ഷിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ചികിത്സാ സഹായങ്ങളും ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായങ്ങളും അനുബന്ധ രേഖകൾ കൃത്യമായി നൽകിയാൽ വൈകാതെ അനുവദിക്കുമെന്നും ഉറപ്പ്. റാങ്ക് ഹോൾഡർമാരായ നിരവധി യുവാക്കളും എത്തി. ജില്ലാ ബാങ്ക് മാറി കേരള ബാങ്ക് ആകുമ്പോൾ ജില്ലാ ബാങ്ക് കാഷ്യർ ലിസ്റ്റിലുള്ളവരെ ഒഴിവാക്കരുത് എന്നും നിവേദനം ലഭിച്ചു. റിപ്പോർട്ട് ചെയ്യാത്തതിനാൽ നിയമനം വൈകുന്നത് ശ്രദ്ധയിൽപ്പെടുത്താനും ഏറെ പേർ എത്തിയിരുന്നു. പരാതിയുമായി എത്തിയവരെ മുഴുവൻ കണ്ടുകഴിഞ്ഞ ശേഷം പഴയ സഹപ്രവർത്തകരെയും സഹപാഠികളെയും അകത്തേക്ക് വിളിച്ചു. ഓരോരുത്തരോടും ആരോഗ്യസ്ഥിതിയും കുടുംബകാര്യങ്ങളുമൊക്കെയായി കുറച്ചുനേരം. അവർക്കിടയിൽ പഴയ സതീർത്ഥ്യനും സഹപ്രവർത്തകനുമായി അല്പനേരത്തേക്ക് മുഖ്യമന്ത്രി മാറി. വാർത്തയോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.